പ്രശാന്തേട്ടാ, ഷെയ്ഖ് ഹസീന ഉടൻ തന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരുമെന്നാണ് അവാമി ലീഗ് പറയുന്നത്. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അവർക്ക് എത്താൻ കഴിയുമോ? കാരണം അവിടെ ഇപ്പോഴും കാവൽ സർക്കാരാണല്ലോ ഭരണം നടത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ച് ബംഗ്ലാദേശിൽ എത്താൻ കഴിയും? ഇപ്പോഴത്തെ പുതിയ ഒരു ലോകക്രമത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവാമി ലീഗ് അതിനകത്തൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ തന്നെ അവരുടെ താല്പര്യക്കാരിയാണ്, അല്ലെ ഹസീനയുടെ താല്പര്യത്തോട് അനുകൂലം ഉള്ള ആളാണ്. ഇന്ത്യയുടെ ഭാഗം അറിയാമല്ലോ, ഹസീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം അത് തിരിച്ചു വരുന്നതിന് ഒരുപക്ഷെ ഇപ്പം ചൈനയെടുത്ത് ചോദിച്ചാൽ പോലും ചൈനയ്ക്ക് എതിർപ്പ് പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ റഷ്യയുടെ അദ്ദേഹത്തിനും ഈ പറയുന്ന പുടിനും അപ്പം ലോകത്തിലെ പ്രധാനപ്പെട്ട ഈ അല്ലെങ്കിൽ തലവന്മാർക്കൊക്കെ അതിന് താല്പര്യമാണ്. അതായത് അവിടെ ഒരു അട്ടിമറി ഉണ്ടായി, ആ അട്ടിമറിക്ക് ശേഷം ആ അട്ടിമറിച്ചവർക്ക് ആ അട്ടിമറിയുടെ പ്രയോജനം ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നതിനോ ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. അട്ടിമറിച്ചു ഹസീനെ. അവിടുന്ന് ഒരുപക്ഷെ അട്ടിമറിക്കുന്ന ആൾക്കാർ ഹസീനെ എന്ന് പറയുന്ന ആളിനെ തീർത്തുകൊണ്ട് അവാമി ലീഗിനെ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി വരെ ഉദ്ദേശിച്ചായിരിക്കും അട്ടിമറി നടത്തുന്നത്. കൃത്യസമയം വന്നപ്പോൾ ഹസീനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. അവരെ ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയാണ്. പല ഘട്ടങ്ങളിലും അവരെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ നമ്മളും അവരുമായിട്ടുള്ള ക്രിമിനൽസിനെ കൈമാറുന്ന കരാറുമൊക്കെ ഉണ്ട്. അന്നേരം പറഞ്ഞത് ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആൾക്കാർ വരത്തില്ല. മാത്രമല്ല അതിനകത്ത് നമ്മൾ മറുപടി പറയാൻ പോലും പോയില്ല പ്രധാനമന്ത്രിയൊന്നും, അത്രയ്ക്ക് മൈൻഡ് ചെയ്യാതെ പോകുന്നു. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിനകത്ത്, ഈ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിനകത്ത് ആരും അഭിപ്രായം പറയുന്നില്ല. ഒരു രാജ്യവും ശ്രദ്ധിച്ചായിരുന്നു, ഇതുവരെ വേറൊരു രാജ്യം അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. പാകിസ്ഥാനകത്ത് ഇതുപോലെ അഫ്ഗാൻ കടന്നു കയറി അവിടെ വിഷയം നടക്കുന്നത്, ഏതെങ്കിലും രാജ്യം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ രണ്ട് രാജ്യങ്ങളും ആരുടെ ശത്രുവായിട്ടാണ് നിൽക്കുന്നത്? ഇന്ത്യയുടെ ശത്രുവായിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ട് രാജ്യത്തിൻ്റെയും ഭാഗമായിട്ട് പറയാൻ ഇന്ന് ലോകത്തൊരു രാജ്യമില്ല. അതേസമയം ഇസ്രായേലി യുദ്ധം നടന്നപ്പോൾ പോലും പലരും അഭിപ്രായം പറയുന്ന ഒരവസ്ഥയുണ്ട്. റഷ്യ അഭിപ്രായം പറയുന്നു, ചൈന അഭിപ്രായം പറയുന്നു. ഇതൊരു വലിയ നയതന്ത്ര വിജയമാണ്. കാരണം നമ്മളുടെ അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത ശ്രീത്തിനറിയാമല്ലോ, അമേരിക്ക ഇന്നലെ മെനഞ്ഞാന്ന് ഒരു പ്രസ്താവന ഇറക്കി, ബംഗ്ലാദേശിന് ഇനി ഒരു ആനുകൂല്യം അമേരിക്കയുടെ ഭാഗത്തുനിന്നില്ല. അതായത് അവിടെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ അവിടെ നടത്തുന്നത്, അല്ലെങ്കിൽ ഈ വൈദ്യസഹായം മറ്റും ഒറ്റ മേഖല എന്ന് വെച്ചാൽ ഒന്നും കൊടുക്കാൻ പാടില്ല. ഇനി അവിടെ ഈ അമേരിക്കൻ കമ്പനികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കണം. എല്ലാ രീതിയിലും ഉള്ള, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ. സാധാരണ ബാൻ ഏർപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ചില കമ്പനികൾക്കും അല്ലെ നിബന്ധനകൾ, ഇത് തീർത്തും അങ്ങനെ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ. അതായത് ആ രാജ്യത്തെ ഇനി വേറൊരു രാജ്യവും, കാരണം ഷെയ്ഖ് ഹസീന ഈ തൻ്റെ അധികാരത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം തന്നെ അവർ പറഞ്ഞിരുന്നു, തൻ്റെ അധികാരത്തിൽ നിന്നും ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ കാരണം ബൈഡൻ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെല്ലാം കൃത്യമായി തന്നെ തെളിവുകൾ അനുസരിച്ച് വരെയില്ല. കാരണം ബൈഡൻ മാറിയതും യൂനിസിന്റെ ആ പവറെല്ലാം കുറയുന്നു, ഷെയ്ഖ് ഹസീനയ്ക്ക് പവർ വരുന്നു. അപ്പോൾ അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാനതിന് പറഞ്ഞു, ലോകക്രമത്തിൽ വ്യത്യാസം വരുന്നു. ഇത് അട്ടിമറിയുടെ പുറകിൽ അമേരിക്ക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആരും പരസ്യമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഡീപ് സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഈ പറയുന്ന ബൈഡൻ്റെയും ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഈ ഒബാമയുടെ കസ്റ്റഡിയിലാണ് നടക്കുന്നത്, ബൈഡൻ ഭരിക്കുന്നേ ഉള്ളൂ ലോകത്ത് മൊത്തം. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനോട് പല രാജ്യങ്ങൾക്കും അതൃപ്തിയാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നും പ്രവർത്തിച്ചിട്ടുണ്ട്, അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ആ ലോകക്രമത്തെ കൊണ്ടുവരുന്നതിന്. പക്ഷേ അതിനൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ ബൈഡൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഒബാമ പിന്തുണ കൊടുക്കുന്ന ഡീപ് സ്റ്റേറ്റിന് ഒരു മര്യാദയില്ല. ചൈനയ്ക്ക് ആ രീതിയിൽ അതൃപ്തിയുണ്ട്, റഷ്യക്കുണ്ട്, മറ്റെല്ലാവർക്കും. റഷ്യ അപ്പം റഷ്യൻ പ്രസിഡന്റ് പലവട്ടം പറഞ്ഞില്ലേ, അദ്ദേഹമായിരുന്നെങ്കിൽ ട്രംപ് ആയിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവത്തില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവന ഉണ്ടാകും, ചുമ്മാ എന്തിനാ കൊച്ചു പിള്ളേർ വലിയ ആൾക്കാർക്ക് കളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്തിനാ റഷ്യ അടുത്തൊക്കെ വടക്കിന് പോകുന്നത്? റഷ്യ എന്ന് പറഞ്ഞ രാജ്യം കുറഞ്ഞ രാജ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയും. അപ്പം ഈ ശ്രീത്ത് പറഞ്ഞതുപോലെ ഇവിടെ അട്ടിമറിച്ചതാരാ? ബൈഡനാണ്, അവരുടെ ഡീപ് സ്റ്റേറ്റ്. ആരെ അട്ടിമറിച്ച? ഹസീനെ ആരാടെ ആളാണ്? ട്രംപിൻ്റെ ആളാണ്. യൂനിസ് എന്ന് പറയുന്ന ആൾക്ക് ആദ്യം ബൈഡൻ അധികാരത്തിൽ വന്നപ്പം ആദ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിനെ പറ്റി പറഞ്ഞെന്തോ, അമേരിക്കയുടെ മോശം കാലം വരാൻ പോവാന്ന്. അന്ന് ഇയാൾ ഈ അവാർഡ് കിട്ടിയ സമയം ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ കൊടുത്തങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. അപ്പം ഇയാൾ ഇപ്പോൾ അവിടുത്തെ ചാർജുകാരനായിട്ട് വരികയും അത് അവരുടെ താല്പര്യമാണ്. അതിനുശേഷം പോയി ക്ലിൻ്റൺ ഫൗണ്ടേഷൻ, ക്ലിൻ്റൻ്റെ അവരുടെ ഭാര്യ ആ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ ലോകത്തിലുള്ള മാധ്യമങ്ങളിലൊക്കെ വന്നേ. ഇയാളുടെ ഭാഗമായിട്ടുള്ള ഒരുത്തുണ്ട് പയ്യൻ, വൈസ് പ്രസിഡന്റ് ആലം അയാൾ പറയുന്നു ഇന്ത്യ പൂജിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആൾക്കാർ മനസ്സിൽ ഇപ്പം അതിന് നേരെ വിപരീതമായി. അതായത് ഒരു മര്യാദയും ഇല്ലാതെ
എന്നുവെച്ചാൽ ട്രംപിൻ്റെ ഒരു സ്വഭാവം അറിയാലോ, തുറന്നുള്ള കാര്യമാണ്. നീ മറ്റേ ആളല്ലല്ലോ, നീ അനുഭവിച്ചു എന്നുവെച്ചാൽ അമേരിക്കയുടെ അലാമത്തിന്റെ മറ്റൊരു പ്രസ്താവന ഉണ്ട്, ഇനി തെരഞ്ഞെടുപ്പ് അതെ അതിപ്പോ ആം ആദ്മി പാർട്ടിയെ മത്സരിപ്പിക്കാൻ അതിനകത്ത് വേറെ വലിയ പ്രശ്നമുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് അവിടുത്തെ ജനം മൊത്തവും 2018 അവാമി ലീഗ് 2018 ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ ഏതാണ്ട് 74% സീറ്റുകൾ അവർക്കാണ്. പിന്നെ 2021 നടക്കുമ്പോൾ 72%. അപ്പം മറ്റ് പാർട്ടി, പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ അധികാരത്തിൽ വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ അട്ടിമറിയുടെ കൂട്ടുന്നത്. അപ്പം ഇപ്പം ഇവൻ പറയുന്നതും നാളെ കാലത്തെ ലോകക്രമത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. ബംഗ്ലാദേശിന് ലോകത്തിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഈ പറയുന്ന പോലെ സഹായമൊക്കെ കിട്ടണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ പോയേ ഒക്കത്തുള്ളൂ. അല്ല, അപ്പോൾ അത് വേണമെങ്കിൽ ഇലക്ഷൻ നടത്തണം. അപ്പോൾ ഇലക്ഷൻ നടത്താതെ മുന്നോട്ട് പോകുന്നതിനും ഈ പറയുന്ന അവാമി ലീഗിനെ അവിടുത്തെ ഇലക്ഷൻ ക്രമത്തിനകത്തുനിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമമുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ ട്രംപാണ് വരുന്നത്. ട്രംപ് ഇപ്പം ഇടപെട്ട് ഇലക്ഷൻ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വേണമെങ്കിൽ നടത്തും. ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നടത്തിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവാമി ലീഗ് മത്സരിക്കും. അവാമി ലീഗ് മത്സരിച്ചുള്ള വീണ്ടും ഒരു അധികാരത്തിൽ വരും. അപ്പോൾ ഇനി അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന കളിയൊന്നുമല്ല. ഇപ്പോൾ ഒരു ശ്രദ്ധ കുറവുകൊണ്ടോ അല്ലെങ്കിൽ നാം എന്തെല്ലാം പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിക രാജ്യത്ത് വലിയ സ്വാധീനമുണ്ടല്ലോ, അപ്പോൾ അവരെ വില കുറച്ച് കാണാൻ കഴിയില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ശതമാനമുണ്ട്? 10% അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും കാണത്തില്ല. അതിനെ ഈ പറഞ്ഞതുപോലെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കൈക്കൊണ്ട് പോയതുകൊണ്ടാണ്, മര്യാദയ്ക്ക് പോയതുകൊണ്ടാണ്. ഈ ഒരു രാജ്യം മര്യാദയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പലരുടെ അടുത്ത് നമ്മൾ സോഫ്റ്റായിട്ട് ഇടപെടുന്നത് എന്തോ, നമ്മൾ ഒതുക്കത്തിലല്ലേ തീർക്കുന്നത്. ഫൈറ്റിൽ നിന്നുള്ള കുഴപ്പമൊന്നും പറയും. ആ രാജ്യത്ത് പ്രശ്നമാണെന്ന് കണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ആ രാജ്യത്ത് വ്യവസായത്തിന് ആൾ വരത്തില്ല. ആ രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കും. ഹസീനെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ അപ്പുറം GDP ഗ്രോത്ത് വന്നതാണ്, അവർ ഡെവലപ്മെൻറ്റ്സിലേക്ക് പോയത്. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പോകാൻ ശ്രമിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം പിടിച്ച് അല്ലെങ്കിൽ ഈ അവാമി ലീഗിൻ്റെയൊക്കെ തീവ്ര അല്ലെങ്കിൽ കേസുള്ളവനെയൊക്കെ പിടിച്ചകത്തിടുകയൊക്കെ ചെയ്തു. അങ്ങനെ കേസുള്ളവനും രാജ്യവിരുദ്ധനുമായിട്ട് പ്രഖ്യാപിച്ചതിനാൽ യൂനസ് അവനെ രാജ്യത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പം ആ രീതിയിൽ പോയതും പിന്നെ ഇവർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ഈ അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇവർ അന്ധമായിട്ട് വിശ്വസിച്ചു. എന്നാൽ അവരന്ന് ആലോചിക്കണമായിരുന്നു, പണ്ട് ഇതുപോലെ അട്ടിമറി നടത്തിയതാണ്, എൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത അങ്ങനത്തെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, അതിനാരെങ്കിലും ആക്കം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ അവർക്കതിന് രഹസ്യാന്വേഷണ വിഭാഗം സംവിധാനമൊക്കെ ഇല്ലെങ്കിൽ വേറെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യ എടുത്ത് പറഞ്ഞാൽ മതി, ഇന്ത്യൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേ. അപ്പോൾ അതിനകത്തൊക്കെ അവിടെ അബദ്ധം പറ്റി. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ട്രംപ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ആഭ്യന്തര കലകം മൊത്തം ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുക. ഈ ആഭ്യന്തര കലകം നടത്തി അട്ടിമറിച്ചവർക്ക് എതിരെയുള്ള ആഭ്യന്തര കലകങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് BNP പാർട്ടിയുടെ ഖാലിദ അവിടുന്ന് പോകേണ്ടി വന്നത്. ഖാലിദ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാതെ, അവർക്ക് വിശ്വാസമല്ല ഉണയിക്കാൻ. അവർ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ. ജനാധിപത്യ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂനിസ് താല്പര്യമില്ല. യൂനിസിനറിയാം കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ ഇത് അട്ടിമറിയാണെന്നുള്ള കാര്യം പരസ്യമായിട്ട് വെളി വരികയും ചെയ്യും. അപ്പോൾ അവരവിടുന്ന് കയറിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിന് ഇന്ത്യയുടെ സഹായം വേണമായിരുന്നു. ഇന്ത്യയുടെ എയർസ്പേസിൽ കൂടെ പോയി അവരെ ഖത്തറാണ് കൊണ്ടുപോയത്. കാരണം കാനഡയിൽ പോയിരിക്കും. യൂനസിനും അവിടുന്ന് കയറിപ്പോക്കോളാൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. യൂനസിന് അവിടുന്ന് കയറിപ്പോകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. ചാർട്ടേഡ് ഫ്ലൈറ്റ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള അവിടെ കിടക്കുക, സിംഗപ്പൂരിൽ നിന്ന് ദുബായിൽ നിന്നുള്ള കയറിപ്പോകണമെങ്കിൽ. ഇപ്പം ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ യൂനസിനെ നാളെ കാലത്ത് ആൾക്കാർ തല്ലിക്കൊല്ലിഞ്ഞിരും. കാരണം ആൾക്കാർ ഇപ്പം തന്നെ ഭയങ്കര ദുരിതത്തിലാണ്, ജീവിക്കാൻ പറ്റാത്ത. ഇനിയും ഉള്ള സഹായം കൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥ. ഒരു രാജ്യവും കൊണ്ടുവരത്തില്ല. അമേരിക്ക പറഞ്ഞാൽ പിന്നെ ഏത് രാജ്യം അവിടെ ബിസിനസ്സിന് വരുന്നത്? അല്ലെങ്കിൽ ഏത് രാജ്യം ഇനി പൈസ കൊടുക്കുന്നത്? ചൈന കൊടുക്കും. ആര് കൊടുക്കും? ചൈന കൊടുക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും താല്പര്യം അനുസരിച്ച് ചൈന കൊടുക്കത്തില്ല. അരക്കൻ ആർമി കയറി ആ പ്രദേശം മൊത്തം കീഴടക്കി വെച്ചേക്കും. അപ്പം ട്രംപ് കളിക്കുന്നു. ഈ അവാമി ലീഗ് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ എക്സ്പ്രസിന് അല്ലെങ്കിൽ അത്തരത്തിൽ ദേശീയമാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ലേ? അവരെല്ലാം നേതാക്കന്മാരെല്ലാം പയ്യെ ഇതുവരെ ഒളിവിലായിരുന്നു. കാരണം ആർക്കും അവിടെ വരാൻ ഇവരെല്ലാം പിടി ജയിലിടുക, അല്ലെങ്കിൽ കൊന്നുകളയുക. അവരെല്ലാം പയ്യെ വെളിയിൽ വന്നു തുടങ്ങി. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ കാര്യത്തിന് ആഗോളതലത്തിൽ ഇന്ത്യ ഇടപെടും, അതുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ട് അവർ ഇപ്പം തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി അവരെല്ലാം എല്ലാ ദിവസവും ബന്ധപ്പെടുന്നുണ്ട്, മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. അവർ ഈ അവാമി ലീഗിൻ്റെ നേതാക്കന്മാരോട് ഹസീനെ ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയാണ് കാണുന്നത്. അതിനെല്ലാ സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഹസീനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പ്രധാനമന്ത്രിയാക്കി ബംഗ്ലാദേശിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള കരുക്കൾ നീക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ആനുകൂല്യങ്ങളും. യൂനിസ് ഇരിക്കുകയാണെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഒരു രാജ്യത്തിൻ്റെയും ബംഗ്ലാദേശിനുണ്ടാകത്തില്ല. മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമേ അല്ല ബംഗ്ലാദേശ്. അതുകൊണ്ട് ഉടൻ തന്നെ ഹസീനയെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് ഇന്ത്യയുടെ താല്പര്യമാണ്. മാത്രവുമല്ല, ഹസീന എന്ന് പറയുന്ന ആളിനോട് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയുടെ താല്പര്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഹസീനയ്ക്ക് ട്രംപായിരുന്നു. അത് ഹസീനയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിക്കും. ട്രംപിൻ്റെ ഭാഗമായിട്ടും
ഇന്ത്യയുടെ ഭാഗമായിട്ടും ഹസീനയുടെ തിരിച്ചുവരവ് എളുപ്പമാക്കുമെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.